ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് രാജ്യ തലസ്ഥാനത്ത് വലിയ പ്രതിഷേധമാണ്. മന്ത്രിമാരായ അതിഷി, സൗരവ് ഭരദ്വാജ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ആം ആദ്മി മാർച്ച് ITOയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. EDയുടെ അറസ്റ്റ് നടപടിക്കെതിരെ കെജ്രിവാൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഉടൻ പരിഗണിക്കും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയും R രാധാകൃഷ്ണനും വിവരങ്ങൾ നൽകും. ബൽറാം, പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ അതോ ഡൽഹിയുടെ മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് കൂടുതൽ പ്രവർത്തകർ ITOയിലേക്ക് ഇപ്പോഴും എത്തുകയാണോ? വിജയകുമാർ, ഡൽഹിയുടെ മറ്റിടങ്ങളിൽ നിന്ന് പോലും പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും ഇതാ ഏറ്റവും ഒടുവിലായി എത്തി പ്രതിഷേധം സംഘടിപ്പിച്ച സംഘത്തെയാണ് ഇവിടെ നിന്നും പോലീസ് ബസ്സിൽ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നത്. നേതാക്കൾ അടക്കമുള്ള ചെറിയ ചെറിയ സംഘങ്ങളായാണ് ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും ചെറിയ സംഘമായി എത്തി 5-6 പേരടങ്ങുന്ന ചെറിയ സംഘമായി എത്തി പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. പോലീസ് ആകട്ടെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇതിനായി നടത്തിയിരിക്കുന്നു. നിരവധി ബസ്സുകൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബസ്സുകൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പോലീസിന്റെ വലിയ വിന്യാസം തന്നെയുണ്ട്. 100 കണക്കിന് പോലീസുകാർ ITOയിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നു. ദ്രുതകർമ്മ സേനയും അർദ്ധസൈനിക വിഭാഗത്തെയും വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് റോസ് അവന്യൂ കോടതിയിലേക്ക് പോകുന്ന റോഡ്, ആ റോഡ് തന്നെയാണ് DDU മാർഗ് തന്നെയാണ് BJP ആസ്ഥാനത്തേക്കും ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്കും പോകുന്ന റോഡ് എന്ന്. അത് ITOയിൽ നിന്നും അവിടേക്കുള്ള പ്രവേശനം ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നു. മറ്റ് റോഡുകളിലാകട്ടെ ശക്തമായ നിരീക്ഷണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെയെല്ലാം മറികടക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാവരും ഒറ്റ സംഘമായി എത്തുകയാണെങ്കിൽ ഉടനടി അറസ്റ്റ് ഉണ്ടാകും, പ്രതിഷേധം അവസാനിപ്പിക്കേണ്ടി വരും, പിന്നീട് അനിശ്ചിതാവസ്ഥയുണ്ടാകും. അത് ഒഴിവാക്കുന്നതിനായി ചെറിയ ചെറിയ സംഘങ്ങളായി 5-6 പേരടങ്ങുന്ന ചെറിയ സംഘങ്ങളായി എത്തി ഈ ITO എന്ന തന്ത്രപ്രധാനമായ ജംഗ്ഷന്റെ നടുവിൽ കുത്തിയിരുന്ന റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടിയും നടത്തുന്നത്. കൃത്യമായ ആസൂത്രണം രണ്ടു പക്ഷത്തും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രതിഷേധം അവസാനിക്കുന്നില്ല. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകാവുന്നതിൻ്റെ പരമാവധി തിരിച്ചടി ആണ് അല്ലെങ്കിൽ ഒരു പോലീസ് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെയായ മുഖമായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ, അതും അഴിമതി കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ശക്തമായ പ്രതിഷേധത്തിനാണ് ആം ആദ്മി പാർട്ടി രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. നമുക്ക് കാണാം, ഇപ്പോൾ പോയ ബസ്സിൽ ഏതാണ്ട് 12ഓളം പ്രതിഷേധക്കാർ മാത്രമാണ് ഉള്ളത്. ഇനി പ്രതിഷേധക്കാർ എത്തുകയാണെങ്കിൽ കൊണ്ടുപോകാനായി തയ്യാറാക്കി നിർത്തിയ വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ട്രാവലറുകൾ എന്നുള്ളത്. കൂടാതെ നിരവധി ബസ്സുകളും ഈ ITOയിൽ തന്നെ പലയിടത്തായി പോലീസ് ക്രമീകരിച്ച് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ പല വഴികളിലൂടെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ ഉടനടി തന്നെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നു. ഈ കസ്റ്റഡിയിലെടുത്ത് ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ച പ്രവർത്തകർ പോലും വീണ്ടും ITOയിലെ പ്രതിഷേധ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ആഹ്വാനം ചെയ്ത ഈ പ്രതിഷേധം വൻ വിജയമാക്കി മാറ്റാൻ, തങ്ങളുടെ പ്രതിഷേധത്തോടെ ഡൽഹി നഗരത്തെ സ്തംഭിപ്പിക്കാനുള്ള നീക്കമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രതിഷേധം ഇപ്പോഴും നിലയ്ക്കാതെ തുടരുകയാണ്. വിജയകുമാർ, ഡൽഹി ITOയിലാണ് വലിയ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത്. സൗരവ് ഭരദ്വാജ്, അതിഷി മർലന 2 മന്ത്രിമാരെ അവിടെ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഏതാണ്ട് ഇപ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. അവിടേക്ക് കൂടുതൽ ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും ചെറു സംഘങ്ങളായി വരുന്നുണ്ട്. ഒറ്റയടിക്ക് മുഴുവൻ ആളുകളും എത്തി അവരെ ഒരുമിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് കഴിയും. അത്തരം സാഹചര്യം ഒഴിവാക്കാൻ ചെറു സംഘങ്ങളായി അവിടേക്ക് എത്തുക, അങ്ങനെ ഡൽഹി സ്തംഭിപ്പിക്കുക, ഇതാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു നീക്കം. അങ്ങനെ ചെറു സംഘങ്ങളായി കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട്. എത്തുമ്പോൾ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റുകയും അവരെ അവിടെ നിന്ന് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. ഇത് തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ രാജ്ഭവൻ മാർച്ച് UDFിൻ്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് നടക്കുന്നുണ്ട്.
ശശി തരൂർ MP, CP ജോൺ അടക്കം പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാജ്ഭവനിലേക്കുള്ള വഴിയിൽ പോലീസ് മാർച്ച് ഇപ്പോൾ ബാരിക്കേഡുകളൊക്കെ ഉയർത്തി തടഞ്ഞിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി സംസ്ഥാനത്തും പ്രതിഷേധം നടക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പലയിടത്തും റോഡ് ഉപരോധിച്ചും BJP ആസ്ഥാന ഓഫീസുകളിലേക്കുമൊക്കെയുള്ള മാർച്ച് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ UDF നേതാക്കൾ, തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരൊക്കെ പങ്കെടുക്കുന്ന ഒരു മാർച്ച്, അത് രാജ്ഭവന് മുന്നിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ ആ മാർച്ച് എത്തിയിട്ടുണ്ട്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, രാജ്ഭവന് മുന്നിൽ അല്ലെങ്കിൽ രാജ്ഭവന്റെ പ്രധാന വഴിയിൽ തന്നെ പോലീസ് മാർച്ച് തടഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഏതൊക്കെ നേതാക്കൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്? ശശി തരൂർ, CP ജോൺ, പാലോട് രവി തുടങ്ങിയവരെയൊക്കെ. ഏതൊക്കെ മറ്റു നേതാക്കൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും വിജയകുമാർ, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ തലസ്ഥാനത്ത് ഇന്നലെ മുതൽ വലിയ പ്രതിഷേധമായിരുന്നു അരങ്ങേറിയിരുന്നത്. രാത്രി തന്നെ രാജ്ഭവനിലേക്കടക്കം മാർച്ച് നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി UDF അടക്കം ആഹ്വാനം ചെയ്ത, ഇന്ത്യ മുന്നണി അടക്കം ആഹ്വാനം ചെയ്ത മാർച്ചാണ് ഇപ്പോൾ രാജ്ഭവനിൽ നടക്കുന്നത്. ഈ UDFന്റെ നേതൃത്വത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചത്. ഇപ്പോൾ ഈ രാജ്ഭവന് മുന്നിൽ ബാരിക്കേഡ് വെച്ച ഈ മാർച്ച് നിലവിൽ പോലീസ് തടഞ്ഞിട്ടുണ്ട്. ശശി തരൂർ MP അടക്കമുള്ള അവർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ ED നടപടിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ജനാധിപത്യം കശാപ്പ് ചെയ്യാനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് അടക്കം ഇതിനെ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്നും ഇതിനെതിരെ മുന്നിട്ടിറങ്ങണമെന്നുള്ള ഒരു ആഹ്വാനമാണ് കോൺഗ്രസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വലിയ തരത്തിലൊരു പ്രതിഷേധം ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ഒപ്പം രാജ്ഭവനിലേക്കുമാണ് നിലവിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ആം ആദ്മി പാർട്ടിയുടെ മാർച്ചും അല്പസമയം മുമ്പ് രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ DYFI അടക്കമുള്ള സംഘടനകളും പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധമാണ് കേരളത്തിലും അരവിന്ദ് കെജ്രിവാളിനെതിരായ നടപടിക്കെതിരെ ഉണ്ടാകുന്നത്. പ്രധാനമായും ഈ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികളിലടക്കം ഈ ജനപ്രതിനിധികൾ സംസാരിക്കുന്ന കാര്യം. ഒന്ന്, ഈ പ്രധാനമായും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. രാഷ്ട്രീയ പാർട്ടികളെയും ഒപ്പം സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നു. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ ED ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തിരഞ്ഞെടുപ്പ് അടക്കം ഇപ്പോൾ ഒരു ജനാധിപത്യ രീതിയിൽ നടക്കുമെന്നൊരു വിശ്വാസം നഷ്ടപ്പെട്ടു. ഇക്കാര്യങ്ങളടക്കമാണ് പ്രധാനമായും കോൺഗ്രസും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കെജ്രിവാളിനെതിരായിട്ടുള്ള നടപടിയെ അപലപിച്ച രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഈ നടപടിക്കെതിരെ പ്രതിഷേധിക്കണമെന്നും ഓരോരുത്തരും മുന്നിട്ടിറങ്ങണമെന്നുമാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതിഷേധം കേരളത്തിലും പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രാജ്ഭവനിലേക്ക് UDF മാർച്ച് നടത്തിയിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ കൂടുതൽ ആളുകളും ഇനി രാജ്ഭവനിലേക്ക് വരും മണിക്കൂറുകളിൽ മാർച്ച് നടത്തുന്നുണ്ട്. UDFന്റെ രാജ്ഭവൻ മാർച്ച്, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് UDFന്റെ രാജ്ഭവൻ മാർച്ച് നടക്കുകയാണ്. ശശി തരൂർ ഉൾപ്പെടെ നേതാക്കൾ ആ മാർച്ചിൽ പങ്കെടുക്കുന്നു. മാർച്ച് പോലീസ് തടഞ്ഞു. നമ്മൾ വീണ്ടും ഡൽഹിയിലേക്ക്. ITOയ്ക്ക് മുന്നിൽ ഇപ്പോഴും പോലീസ് നടപടി തുടരുന്നുണ്ട്. അവിടേക്ക് എത്തുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. കൂടുതൽ പ്രവർത്തകർ മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തുന്നു. അങ്ങനെ തുടർച്ചയായി പ്രതിഷേധിക്കുക എന്നതാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 2 മന്ത്രിമാർ സൗരവ് ഭരദ്വാജ്, അതിഷി രണ്ടുപേരെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, MLA മാരടക്കമുള്ളവർ ഇതിനോടകം പല കേന്ദ്രങ്ങളിൽ പോലീസ് നടപടിയിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഏതാണ്ട് 2 മണിയോടെ അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കും, റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെതിരായ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. അടിയന്തരമായി വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചിട്ടുണ്ട്. അതിനായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ബെഞ്ച് ഉടൻ അതിൽ വാദം കേൾക്കും എന്നതാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ചേരുന്നു. ബൽറാം, ഈ പ്രതിഷേധം ഇങ്ങനെ പല കേന്ദ്രങ്ങളിൽ തുടരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അറസ്റ്റിലാകുന്നു. ഇനി ആം ആദ്മി പാർട്ടിയുടെ ഈ പ്രതിഷേധങ്ങൾ, പുറത്തെ പ്രതിഷേധങ്ങളൊക്കെ നയിക്കുക, അതാരായിരിക്കും ആ ചുമതല ഏറ്റെടുക്കുന്നത്? നേരത്തെ
ഈ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിൽ മറ്റൊരു നേതാവിനെ മുന്നിൽ വയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ട് കെജ്രിവാൾ അറസ്റ്റിലായാലും ജയിലിൽ നേതാവായി തുടരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി തുടരും എന്നതായിരുന്നു പാർട്ടിയുടെ തീരുമാനവും. അതിനപ്പുറത്തേക്ക് പുറത്തു നടക്കുന്ന പ്രതിഷേധങ്ങളൊക്കെ നയിക്കുക, അതിനൊക്കെ ആരായിരിക്കും നേതൃത്വം നൽകുന്നത്? ഒരു ഏക നേതാവെന്ന നിലയിലേക്ക് ആരെങ്കിലും ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ ആ പാർട്ടിയിൽ കെജ്രിവാൾ ജയിലിൽ കിടക്കുകയാണെങ്കിൽ? വിജയകുമാർ, കെജ്രിവാളിന്റെ അറസ്റ്റ് ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് തന്നെ ആം ആദ്മി പാർട്ടി നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പകരം ആര് മുഖ്യമന്ത്രിയാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നതുമാണ്. കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചിരുന്നു പാർട്ടി ഒരു ഘട്ടത്തിൽ എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ അത് ഒന്നും തന്നെ മതിയാകില്ല എന്നും കെജ്രിവാളിനെ പോലെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയിലൂടെ വളർന്നു വന്ന ദേശീയ തലത്തിൽ തന്നെ ഒരു മുഖമായി നിൽക്കുന്ന വ്യക്തിക്ക് പകരമാകില്ല ഇത്. കൂടാതെ അത്തരത്തിൽ മറ്റൊരാളെ വെച്ച് കെജ്രിവാളിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ പോലും തകരും, പാർട്ടിയുടെ പ്രതിച്ഛായയും തകരാൻ ഇടയാകും. കെജ്രിവാൾ കുറ്റം ചെയ്തു എന്ന് പാർട്ടി പോലും സമ്മതിക്കുന്നതിന് തുല്യമാകും അത്. അതുകൊണ്ട് തന്നെ കൂടാതെ മറ്റൊരു ഏക മുഖം പാർട്ടിക്ക് ഉയർന്നു വരികയാണെങ്കിൽ അത് സംഘടനാ തലത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധി ഭിന്നതയ്ക്ക് പോലും സാധ്യതയുണ്ട് എന്ന കണക്കാക്കലിലാണ് ആം ആദ്മി പാർട്ടി കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയായി ജയിലിലായാലും തുടരട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ പോലും എങ്ങനെ വേണമെന്ന ആസൂത്രണം ആം ആദ്മി പാർട്ടി വളരെ മുൻകൂട്ടി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്, ആ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാന നേതാക്കളെല്ലാം തന്നെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അറസ്റ്റിലായി. സിസോദിയയ്ക്ക് ശേഷം ആം ആദ്മി പാർട്ടിയിൽ ആര് ആ പദവി വഹിക്കും എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഉപമുഖ്യമന്ത്രി എന്ന പദവിക്കപ്പുറമായി അദ്ദേഹം വഹിച്ചിരുന്ന ഒട്ടേറെ വകുപ്പുകൾ ഉണ്ട്, പ്രധാന വകുപ്പുകളുണ്ട്. എന്നാൽ മറ്റ് രണ്ട് നേതാക്കൾ സത്യേന്ദ്ര ജെയിനും മനീഷ് സിസോദിയയ്ക്കും പകരം മന്ത്രിസഭയിലേക്ക് എത്തുന്നതാണ് കണ്ടത്. സൗരഭ് ഭരദ്വാജും അതിഷിയും ഇരുവരും ITOയിൽ വെച്ച് അല്പസമയം മുമ്പ് കസ്റ്റഡിയിലായിരിക്കുന്നു. മറ്റ് നേതാക്കൾ പലയിടങ്ങളിലായി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നു, നിയമപരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഇത്തരത്തിലുള്ള കൂടിയാലോചനകൾ പലയിടങ്ങളിലായി നടന്നു വരികയാണ്. കൂടാതെ തെരഞ്ഞെടുപ്പ് കാലമാണ്. ആം ആദ്മി പാർട്ടി പ്രചരണം നേരത്തെ തന്നെ ആരംഭിക്കുന്ന ഒരു ശൈലിയാണ് പാർട്ടിയുടേത്. ഇതനുസരിച്ച് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ITOയിൽ മറ്റ് നേതാക്കളെല്ലാം അറസ്റ്റിലായ ഘട്ടത്തിലും സോംനാഥ് ഭാരതി അദ്ദേഹം നിലവിൽ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഈ പ്രതിഷേധക്കാർക്ക് ഇടയിൽ, പോലീസുകാർക്കിടയിൽ തന്നെ അദ്ദേഹമുണ്ട്. പ്രതിഷേധിക്കാനായി അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഇതിന്റെ ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങൾക്കായി ITOയിൽ തന്നെ അദ്ദേഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മറ്റ് നേതാക്കൾ ഈ ഏകോപന ചുമതല ഏറ്റെടുക്കുന്നതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളിന് ഒരു പകരക്കാരൻ ഇല്ല എന്ന് തന്നെ പറയാം. പാർട്ടിയുടെ ഒരു ശൈലി എന്നുള്ളതും കെജ്രിവാളിന് പകരം ഒരാളെ വെക്കാൻ കഴിയാത്ത രീതിയിലുള്ളതാണ്. ആം ആദ്മി പാർട്ടിയുടെ മുഖവും മുദ്രാവാക്യവും കെജ്രിവാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് മറ്റ് നേതാക്കൾ ഈ ചുമതലകൾ പങ്കിട്ട് നിർവഹിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദശാസന്ധി തന്നെയാണ് ഈ കടന്നു പോകേണ്ടത്. തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ ഈ പ്രതിസന്ധി, കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രതിച്ഛായ നഷ്ടം, ഇതിനെല്ലാം മറികടക്കേണ്ടത് രാഷ്ട്രീയ പ്രചരണത്തിലൂടെയും ശക്തമായ പ്രതിഷേധത്തിലൂടെയുമാണ്. അതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ തെരുവുകളിൽ നടത്തി വരുന്നതും. വിജയകുമാർ, ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഇപ്പോഴും ഡൽഹിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ തുടരുകയാണ്. സുപ്രീം കോടതിയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി നേതാക്കളാകെ. എന്തായിരിക്കും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട്, അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ കോടതിയുടെ നിലപാട്? അടിയന്തരമായി അത് പരിഗണിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ED അവരുടെ വാദം ഉന്നയിക്കാൻ അവസരം തേടി ഒരു കവേറ്റ് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയായിരിക്കാം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പരിഗണനയ്ക്കെടുക്കുക. 2 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും കെജ്രിവാളിനെ റൌസ് അവന്യൂ കോടതിയിലേക്ക് എത്തിക്കും എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡീഷണൽ ഡയറക്ടർ, ED അഡീഷണൽ ഡയറക്ടർ കപിൽ രാജ് അദ്ദേഹത്തെ ഓഫീസിൽ ചോദ്യം ചെയ്യുന്നുണ്ട്.
കെ കവിതയ്ക്ക് ഇതേ കേസിൽ ജാമ്യമില്ല എന്ന വാർത്ത ഒരു പക്ഷേ ആം ആദ്മി പാർട്ടി ക്യാമ്പുകളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം. വിചാരണ കോടതിയെ സമീപിക്കണം എന്നാണ് പറഞ്ഞത്. ഈ അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു കെ കവിതയുടെ ആവശ്യം. അത് മെറിറ്റിലെ കേൾക്കാൻ സാധിക്കൂ, അതിൽ നോട്ടീസ് അയക്കാമെന്ന് കോടതി പറയുകയും ചെയ്തു. അപ്പോൾ അത് അതിൻ്റെ സ്വാഭാവിക വഴിയിലൂടെ പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു അർജൻസി അക്കാര്യത്തിൽ കോടതി ഇന്ന് കണ്ടിട്ടില്ല എന്നത് ഇ ഡി ക്യാമ്പുകളെ ആം ആദ്മി പാർട്ടി ക്യാമ്പിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം. കോടതി അക്കാര്യത്തിൽ വളരെ ധൃതി കൂട്ടി തിരക്ക് കൂട്ടിയ ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നതാണ് ഈ കോടതി നടപടികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് സമാനമാണ് കേസും. അരവിന്ദ് കെജ്രിവാളും കെ കവിതയും ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട ഗൂഢാലോചനക്കാർ എന്നതാണ് ഇ ഡി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. അവരുടെ വാർത്താക്കുറിപ്പിലും അത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആ നിലയിൽ മെറിറ്റിലേക്ക് കടന്നിട്ടുള്ള വാദം ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും ഹർജി പരിഗണിക്കുന്നുണ്ട്.